കുറച്ച് ഡിസ്കോഡ് റോൾസ് നോക്കിയിട്ട് മോണ്ടേജ് കാണാം. എ ചാൻസ് ടു ഗെറ്റ് ബാക്ക് എവറിത്തിങ് ഹി ലോസ്റ്റ്. ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട്. ഈ വീഡിയോ ആണ് എന്റെ ജീവിതം മാറ്റി മറിച്ചത്, അറിയോ? ഇതിന് 2 ലക്ഷം, ഇതിന് 3 ലക്ഷം എന്നൊക്കെ ഇവരോട് പറഞ്ഞ് ഇൻകം ടാക്സ് വന്നിട്ട് ഇതിന് 3 ലക്ഷമായോ? ശരി. ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ള അടുത്ത് പറഞ്ഞു. വെക്കേഷൻ വന്നു, ഞാൻ മമ്മി എടുത്തിട്ട് മമ്മി ചോറ് വിളമ്പാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഏട്ടാ മോനെ റേഷനറി കിട്ടിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ആവത്തുള്ളൂ, അത് കിട്ടിയിട്ട് വെക്കത്തുള്ളൂ പറഞ്ഞിട്ട് മമ്മി എന്തോ എനിക്ക് ബ്രെഡോ അങ്ങനെ എന്തോ ഉണ്ടാക്കി തന്നു. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മി എന്നെ വിളിച്ചിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. പക്ഷെ ഭാഗ്യത്തിന് അവർക്ക് ഒരു അവസരം കിട്ടി, നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം. ഈ വണ്ടി അയ്യോ കൊറേ ബാക്കിലോട്ട് കൊണ്ടുപോയി എന്നെ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ്, ഇതുപോലെ കണ്ടിട്ടില്ല പുള്ളിയെ, ഇതുപോലെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഇതൊക്കെയാണോടാ ശരിക്കും സന്തോഷം, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സന്തോഷം എന്ന് പറഞ്ഞിട്ടല്ലോ. ഈ സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയണവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അതിലും വലുതൊന്നുമല്ല. എല്ലാത്തിൻ്റെയും നടുക്ക് എന്നെ ഞാനാക്കി ഒരുത്തൻ നിൽക്കുന്നുണ്ടോ ഒന്നും അറിയാത്ത പോലെ. ഈ കാണുന്ന എന്നെ ഞാനാക്കിയവരെ ഒന്നും അറിയാത്തതുപോലെ നടുക്ക് നിൽക്കുന്നുണ്ടാ വീഡിയോ എടുത്ത്. എനിവേ എല്ലാരും ഉണ്ടായി ഫ്രെയിമിൽ, ശരത്തേട്ടനും ഗോഗു. ലെറ്റ്സ് ഗോ. കൊള്ളാടാ നൈസറാ. അത് പക്ഷെ കുറച്ചുകൂടെ വേണമായിരുന്നു, ആ ഡ്രോപ്പ് വരെ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു. അണ്ണാ എന്റെ ലൈഫിൽ ഈ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. അണ്ണന് കുറച്ച് ഡോഗ്സ് ഉണ്ടല്ലോ, അവരെ പറ്റി എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? If you're lucky, a dog will come into your life, steal your heart, and change everything. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോഴും ഒരു കാര്യം പറയാവേ, ഈ പേടി കാരണം ഡോഗിനെ വളർത്താത്തവരുണ്ടെങ്കിൽ അത് മറന്നേക്കണം. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെ, എനിക്കൊരു 10ാം ക്ലാസ് +1 വരെയൊക്കെ പട്ടി ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ഡോഗ് കുറച്ച് അഗ്രസീവ് ആയിരുന്നു. അത് അതിൻ്റെ അടുത്ത് ഫുഡ് കൊടുക്കാൻ വീട്ടിൽ ഭയങ്കര, അതായത് എൻ്റെ കൊച്ചിലെ ടൈം ഞാൻ അധികം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇവൻ എൻ്റെ അടുത്ത് ഇണങ്ങിയില്ല. അതുകൊണ്ട് എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡോഗിനെ മേടിച്ച് സ്വന്തമായിട്ട് വളർത്തിയപ്പോഴാണ് എനിക്കതിൻ്റെ ലോക്കി. എൻ്റെ സ്ട്രീം കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ ലൈവ് പണ്ട് ബൂട്ട് ക്യാമ്പിൽ ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് റിലേറ്റ് ആവും. ലോക്കി എന്തോ ഒരു അറ്റാച്ച്ഡ് ആയിരുന്നു എൻ്റെ അടുത്ത്. ബൂട്ട് ക്യാമ്പിൽ എല്ലാ ദിവസവും ഇന്ന് ദേവൂട്ടനെ കാണിക്കാൻ പറയണത് പോലെയായിരുന്നു എല്ലാവരും എൻ്റെ അടുത്ത് ലോക്കിയെ കാണിക്കാൻ പറയണേ, മനസ്സിലായോ? ലോക്കി എന്നാണ് ഞാൻ എൻ്റെ ഡോഗിനോടുള്ള എനിക്കുള്ളൊരു ഇഷ്ടം. അതായത് ഉണ്ടല്ലോ, നമ്മൾ സത്യം പറയടാ, നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യണത് പോലെ നമുക്ക് ആദ്യമൊക്കെ ഈ പട്ടി അപ്പിയുടെയും മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ്. പിന്നെ നമ്മൾ പോകെ അതിനെ വളർത്തി കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ കൈകൊണ്ട് തുടച്ച് മാറ്റും. അതുപോലെ ആവും നമ്മളൊരു ഡോഗിനെ സ്വന്തമായിട്ടൊരു സ്പേസിൽ വളർത്തുന്ന സമയത്ത്. തിരിച്ച് നമുക്ക് കിട്ടുന്ന നന്ദി ഉണ്ടല്ലോ, അത് വേറെ ഒന്നീന്നും കിട്ടൂല, ഒന്നീന്നും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇതാര് രഘുലേ? എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ പറയാനുണ്ടല്ലോ. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അളിയ ഈ 1 മില്യൺ അടിച്ച ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ മെൻഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരാള് എൻ്റെ ലൈഫിൽ നീയാണത്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് നീയായിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ
ഇതൊന്നും ഇല്ലെങ്കിലും, അതായത് എന്ന് വെച്ചാൽ ഒത്തിരി നാള് നമുക്ക് പരിചയപ്പെട്ടിട്ട് ഒത്തിരി നാളായില്ലെങ്കിലും, പക്ഷെ നീ ഉണ്ടായിരുന്ന സമയത്ത് നീ എന്റെ വീട്ടിലടക്കം വന്ന് ഇത്രയും നാളെ നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് അതിലും മുകളിലാണ്. അളിയ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. എനിക്ക് പറയണമെന്നുണ്ട് നിന്നോട്. അപ്പൊ ഗൈസ് ഗെറ്റ് എ ഡോഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഗെറ്റ് എ ഡോഗ്, ട്രെയിൻ യുവർ സെൽഫ്. യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്, ട്രെയിൻ ചെയ്യാം. നിങ്ങൾ കുറെ എൻഗേജ്ഡ് ആവും കുറെ കാര്യങ്ങളിൽ, സീരിയസ് ആയിട്ട്. നമ്മൾ അറിഞ്ഞിട്ട് ഒരു 3 വർഷമായല്ലേ? 3 വർഷമാണ് ഇപ്പൊ. 3 അല്ല 2.5 വർഷം. 2 വർഷം. തളർന്നു വീണ ഉടനെ തന്നെ ദുര്യോധനൻ ദുശാസനനെ നോക്കി. ദുശാസനൻ ഉടൻ തന്നെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പാനീയം ഭീമന് കൊടുത്തു. ദാഹിച്ച് തളർന്ന ഭീമൻ അത് വെപ്രാളത്തോടെ കുടിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഭീമന്റെ നെഞ്ച് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. സഹോദര, എന്റെ ശരീരം ആകെ തളരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. അല്ല, വലിയ ദൈവപുത്രന്മാരില്ലേ, ഈ മനുഷ്യരുടെ സഹായമൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഉടനടി അവർ ഭീമന്റെ ശരീരം കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കെട്ടി. ശേഷം അടുത്തുള്ള ഒരു പുഴയിലേക്ക് അവർ ശരീരം എടുത്തുകൊണ്ടുപോയി. കൊടും വിഷമുള്ള പാമ്പുകളുള്ള ഒരു പുഴയാണത്. മരണം ഒന്നുകൂടി ഉറപ്പിക്കാനായിരുന്നു അവർ ആ പുഴ തന്നെ തിരഞ്ഞെടുത്തത്. ഭീമൻ ഇല്ലാതായതിന്റെ സന്തോഷത്തോടെ ദുര്യോധനനും ദുശാസനനും കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദുര്യോധനൻ പാണ്ഡവരുമായുള്ള മൽപിടുത്തത്തിൽ മത്സരിക്കുകയായിരുന്നു. തന്റെ ആ വിജയാഘോഷം അയാൾ ആ മത്സരത്തിൽ തീർക്കുകയായിരുന്നു. 4 പേരിൽ 3 പേരെ ദുര്യോധനൻ അടിച്ചു വീഴ്ത്തി. തനിക്ക് മുകളിൽ ഇനി ആരുമില്ല എന്ന ആവേശം അയാളുടെ സിരകളിലൂടെ കുതിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദുര്യോധനൻ 4 പേരിൽ വീഴ്ത്തി. അയാൾക്ക് പോലും അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും ഉണ്ടോടാ ഞാനായിട്ട് മത്സരിക്കാൻ? ഞാനുണ്ട് ദുര്യോധന. അന്ധകാരത്തിന്റെ തമസ്വനിയിൽ മരണത്തെ നിശ്ചലമാക്കി, വായുവിൽ അഗ്നിയേന്തി, മലകളെ കാൽച്ചുവട്ടിലാക്കി, വീണ്ടും വന്നു മരണമില്ലാ യോദ്ധാവ്, മരണമില്ലാ യോദ്ധാവ്. എനിക്ക് വിറക്കണ ദേവൊക്കെ എന്ത് തോന്നാണത്. എന്റെ സൗണ്ടാ വിഷയം. ഇങ്ങനെ സൗണ്ടാ വിഷയം എന്ന് പറയാം. പുള്ളിയുടെ സൗണ്ട്. ഇത് ആരുടെ ഈ ഡബ് ചെയ്യണ ഇതിന്? ഹ്യൂമൻ. പിന്നെ ഞാൻ പറഞ്ഞ കൂടി പോയാ. ഞാൻ തെറുവിളിയൊക്കെ നിർത്തി കളിയാ ഫുള്ളി. തെറുവിളിയൊക്കെ നിർത്തി കളിയാ. ഞാൻ ഇപ്പൊ ഡീസന്റ് ആയി തെറുവിളിയൊക്കെ നിർത്തി. സീരിയസ് ആയിട്ടാണ് ഞാൻ ഇനി കുറച്ച് ലാംഗ്വേജിലൊക്കെ കൺട്രോൾ ചെയ്യണം. അത് തെറുവിളൊക്കെ നിർത്തി ഞാൻ ഡീസന്റ് ആയി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണാ അത് ഫുള്ള് കാണുന്നു. അത് അത്ര ഇതിനകത്ത് ഇട്ടിട്ടുള്ളടാ. ഡിസ്കോഡിന്റെ അസുഖം തുടങ്ങിയട്ടാ. അസുഖം തുടങ്ങിയ ഇതിന് എന്താ? തന്റെ അമ്മ സൂപ്പർമാൻ ആണെന്ന് ഒരു പയ്യൻ സ്കൂളിലെ കൂട്ടുകാരോട് പറഞ്ഞു. ആരും വിശ്വസിച്ചില്ല. കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് വിളിച്ച് പിറ്റേ ദിവസം ഹെൻറി കാവലിനെ സൂപ്പർമാൻ കുട്ടിയെ സ്കൂളിൽ എത്തിയെന്ന്. അവന്റെ ഓറ എങ്ങനെ ഇരുന്ന് കാണളിയാ. വിചാരിച്ചു നോക്ക്, എല്ലാരും ഈ സ്യൂട്ട് ഇട്ടെങ്കിൽ ഇതിനെങ്ങോട്ട് പോയിരുന്നെങ്കിലും. എന്റെ അമ്മോ, എന്റെ ആളിയ. പീക്ക് മെയിൽ കണ്ടന്റ്. ഈഗിൾ ബ്രോ ഇതുപോലെ ഒരു ഫൺ സ്ട്രീം നമുക്ക് ചെയ്യേണ്ട, ഡ്രൈവിംഗ് വിത്ത് കോണ. ഇത് ഞാൻ നേരത്തെ ഒരുപാട് പക്ഷെ ഇത് മാറ്റിയിട്ട് സ്റ്റിയറിംഗ് വെക്കണം. പക്ഷെ ഗൈസ് നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ ഗൈസ്? ട്രക്ക് സിമുലേറ്റർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് രസമാണെന്നറിയോ നിങ്ങൾ? ഞാൻ ഓഫ്ലൈനിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഗൈസ്. സത്യം പറയാലോ, നമുക്കൊരു ഇതിന്റെ ഫീലിങ്സ് ഒരിക്കലും ഞാൻ ഒരാൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ട്രക്ക് സിമുലേറ്ററോ ബസ് സിമുലേറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിമുലേറ്റർ ഗെയിം കളിച്ചു നോക്കണം. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ അത് വേറൊരു സുഖമാണ്. സത്യം പറയാലോ, ഞാൻ ഇപ്പോഴും എൻ്റെ ആ ഒരു PC സെക്ഷനിൽ ആ ഒരു വലിയ മോണിറ്റർ ഇപ്പോഴും വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പറയാതിരിക്കാൻ വയ്യ.
ഫോർസ ഹൊറൈസൺ 6 ഒക്കെ വരാൻ പോണ്. The best deleted scene ever witnessed in theater. അവന്റെ പ്രാണൻ പ്രാണഹതി നദിപ്രവാഹത്തിൽ ഒലിച്ചുപോയി. ഇത് ഡിലീറ്റഡ് സീനാണോ? ചിതാഭസ്മം ഈ കാറ്റിൽ ഇത് കണ്ടല്ല. പറന്നു ഇത് കണ്ടല്ലോ ആത്മാവ് അനന്തതയിലേക്ക് ഉയർന്നു മറഞ്ഞുപോയി. ബാഹുബലി മരിച്ചു. അവനെ പണ്ടേ നമ്മൾ കൊന്നു. അമരേന്ദ്ര ബാഹുബലി. എന്തിനാടാ നീ പറഞ്ഞത്? എടാ, പക്ഷെ ഞാൻ ഇത് എവിടെ കണ്ടിട്ടുണ്ടാ? ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെ കണ്ട ശേഷം ഡിലീറ്റ് ആക്കിയിരിക്കും. ആശ്വസിക്കൂ, എന്റെ മകൻ വന്നെത്തി. ബാഹുബലി മൃത്യുവിനെ കീഴടക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പ്രഭാസ് എന്ന് പറയുമ്പോ ബാഹുബലിയും, യാഷ് എന്ന് പറയുമ്പോ റോക്കി ബായും ആണ്. അവര് വേറെ ഇനി ഏത് സിനിമ ചെയ്താലും അവർ രണ്ടുപേരും ഇതിനു വേണ്ടി ജനിച്ചവരാ. ഇതിനു വേണ്ടി മാത്രം ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അവര്. അതിന് ഈ വേറെ ഒരാളെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ യാഷെന്നും ഇതൊന്നും പറയുമ്പോ ഇത് മാത്രം ഓർമ്മയും വരുള്ളൂ. എന്താ അറിഞ്ഞൂടാ. അയ്യോ. Which is the most strongest gaming chair you know? Can you suggest me one? ഓ ഇങ്ങനെ ഷോക്ക് അടിക്കാം. ഇതിലും വലിയ പരസ്യം എന്തിനല്ലേ? അതാ സൗണ്ടില്ലാതെ കാണാമല്ലോ. സൗണ്ടില്ലാതെ കാണാ. ഞാൻ റസലൂച്ചില്ല പുതിയത്, മനസ്സിലായ? അയ്യോ സത്യമല്ലേ, ഇതിലും വലിയ പരസ്യമില്ല അതിന്. കാരണം ജയദായക മൂവി രാവണ സോങ് ബീജം കവറാണ് റീസെന്റ് സോങ് ഈ അനിൽ, ഞാൻ അത് കാണുന്നുണ്ട്. ഈ അനിലിന്റെ എവിടുന്നാടാ ഇത് മാത്രം ഇത്രയും ബാങ്ങർ പാട്ടുകള്? ഏത് ചെയ്താലും ഭയങ്കര കിടില. മെലഡി ആണെങ്കിൽ മെലഡി, ഇനി ഫാസ്റ്റ് ഫാസ്റ്റ്, എന്ത് ചെയ്താലും ഉടുക്കത്തെ കിടിലും. പേര് പറഞ്ഞ ചെറുതായി പേര് മാറിപ്പോയി. അനിൽ എന്ന് പറഞ്ഞു. അനിലല്ല, അനിൽ എന്നാ പറഞ്ഞേ. അല്ല അനിൽ എന്ന് പറഞ്ഞു. അനിലെന്നാണ് പറഞ്ഞത്. അനിൽ എന്നാ പറഞ്ഞേ. അനിൽ എന്നാ പറഞ്ഞേ. അനിലെന്ന് പറഞ്ഞറിയാ. അനിൽ എന്ന് പറഞ്ഞു. സപ്രഷൻ വല്ലതും ആയതായിരിക്കും. അനിരുദ്ധെന്ന് പറഞ്ഞേ. നമ്മൾ അനിലിന്റെ കേട്ടെ. അനിൽന്നോ? അനിലിന്റെ കേട്ടെ. അനിരുദ്ധെന്നാ പറഞ്ഞേ. അനിലോ? ഞാൻ പറഞ്ഞേ, ഞാൻ വിചാരിച്ചു പിന്നെ കീബോർഡ് വെച്ചോണ്ടിരിക്കുന്നത് അത് അനിലെന്നാണ്. അല്ലല്ല, ഈ തൊട്ട് താഴെ അനിൽ കേസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ വന്നായിരിക്കും കേട്ടാ. ഞാൻ അനിലെന്നാ പറഞ്ഞേ. പിന്നെ അനിലിനെ പിന്നെ എനിക്കറിയായിരിക്കോ? എന്താ പറഞ്ഞേ? അനിരുതല്ല, അനിലെന്നിനി.
ഫേക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഫേക്കോ? കേക്കാ ആ ടൈമിംഗ് കണ്ടാ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ വരുന്നതായിരിക്കും ഒന്ന്. CM അതന്നെ, അതന്നെ. തമിഴ്നാട് CM ഈ ശരിയായിട്ടൊരു കട്ടുണ്ട്, ചെറിയൊരു കട്ടുണ്ട്. എടാ അവര് ആ CM അല്ലടാ, തമിഴ്നാട് CM ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചേ. അല്ലല്ലല്ല, നമ്മുടെ ബ്ലൂ ഷിഫ്റ്റർ തന്നെ പറയണേ അത് ചാറ്റില്. ഇല്ല അവൻ പിയാനല്ല, അവന് ഊത്താണ് അവൻ. അവനിപ്പോ ഇടവേള ഊത്താണ് മുത്തോത്ത്. പിയാനായിട്ട് ബ്രോ അടിപൊളി. കിടില ഗിയർ ഷിഫ്റ്റർ. The next CM of Tamil. ஒருத்தனை பார்த்து ஸ்டேட் கவர்மெண்ட்டும் பயப்படுது, சென்ட்ரல் கவர்மெண்ட்டும் பயப்படுது, சென்சார் போர்டும் பயப்படுது. அந்த பயத்தை கொடுக்கறது யாரு? പുള്ളി CM ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങേര് ഉണ്ടാക്കിയ ക്രൗഡ് പുള്ളിങ് ഉണ്ടല്ലോ, അതിനി വേറൊരാളെ കൊണ്ട് പറ്റൂല. അതിനി വേറൊരാളെ കൊണ്ട് പാർട്ടിക്കകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒരാൾക്കും പറ്റൂല, ഒരാൾക്കും. മലേഷ്യ പോലൊരു നാട്ടിലൊക്കെ പോയിട്ടേ പുള്ളിയൊക്കെ പുള്ളി ചെയ്ത ക്രൗഡ് എന്ന് പറഞ്ഞ അത് എക്സ്ട്രാ ഓർഡിനറിയാ സംതിങ്. നമുക്കൊന്നും പറയാൻ പറ്റൂല. അതാണ് മനസ്സിലായത്. ഒരു ഇനി സിനിമയിൽ നിന്ന് ഒരാൾ പാർട്ടിയിലോട്ട് പോവാന്ന് പറഞ്ഞാൽ പോലും ആര് പോയാ വരും ഇത്ര ആൾക്കാര്? എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി CM ആവൂലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ Why are you coming here? I'm mad at you. POV റിലേഷൻഷിപ്പ് ഇൻ 2036. I really needed to talk to you and you weren't there for me. Are you serious right now? My battery was dead. No, it wasn't. I charged you. No, you didn't. I would have remembered that. Oh my God, I can't do this right now. Like the whole point of having a robot as it's always available. You weren't there for me. Baby, come on. Let's figure this out. You know what? I literally want to send you back to your factory. Are you serious? Are you robot-shaming me right now? Yeah, actually I am. And you know what? I think it would be so much better if I got the Tesla robot, not you. Oh yeah? How about I make your ChatGPT history go public? You would like that, huh? Test me. Test me one more time. What did you just say to me? Did you say ChatGPT? You know we never talk about that. We never speak about ChatGPT. You can never leak my ChatGPT history. Go away. I literally never want to talk to you again. Go away. Go away. I hate robots. I hate robots. You're worse than men. You're worse than men. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എലോൺ മസ്ക് AI ഡേഞ്ചർ പാട്ടൊക്കെ പറഞ്ഞപ്പോ നമ്മളൊക്കെ പുച്ഛിച്ച് തെള്ളിയതാ. അതുപോലെ അടുത്ത തലേ വരാൻ പോണ ഒരു സാധനം മേ ബി ഇതായിരിക്കും കേട്ടാ. നമ്മളൊരു ഗെയിം കളിച്ചല്ലേ ഈ ഓർമ്മ ഉണ്ടോ? ലാസ്റ്റ് റോബോട്ട് ഓടിച്ചിട്ട് പണ്ണു നമ്മളെയല്ല. റോബോട്ടിനെ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് ഇതിന് ഓരോ ഫീലിങ്സ് ഇതൊക്കെ കൊടുത്ത് ഇത് ഓരോ കുഞ്ഞു റോബോട്ടുകളൊക്കെ ഉണ്ടാക്കി ഒരു 10-40 വന്ന് എല്ലാവരും തല്ലി പരത്തുന്നൊക്കെ ആലോചിച്ച് നോക്കി. മറ്റേ സിനിമയ്ക്ക് നമ്മളെ പിന്നെ അതിന് പണിയെടുക്കും. മനസ്സിലായ ചാർജ് തീരാ വെയിറ്റ് ചെയ്യണം വീടിന്റെ പുറത്ത്. എന്തൊരു അവസ്ഥയായിരിക്കും അല്ലേ അതൊക്കെ. അമ്മോ പടം അയ്യോ. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈവ് കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും വരുവാണെങ്കിൽ മിസ് ചെയ്യാതെ പോയി കേൾക്കണം കേട്ടോ. മിസ് ചെയ്യാതെ പോയി. ചെറുതേങ്ങൽ മാലടും തിരിനീട്ടുമേ കുളിരോർമകൾ തിരികെ വരും. ഇരവാകവേ പകലായ
കവിളത്തു നിന്റെ ഈ ചിരി കാത്തിടാൻ ഇതുവഴി ഞാൻ നെയ്മോ എടാ നെയ്മ് സൂരജ് സന്തോഷ്. തുണയായി വരാം ഇനി എന്നുമേ കുടനീർത്തിടാൻ തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മഹേണം സിംഗിളോ നെഞ്ചോരം കുന്നോളം ചേലേറും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാലിന്യ ചിറകേറണം ആശവൻ തേരിൽ പറന്നു വാനിൽ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും പുള്ളിയുടെ കയ്യിലെന്താ അത് മറ്റേ ഊതുന്ന സാധനം തോന്നുന്നു കേസ് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി മറ്റേ ഒരു ഊതുന്ന ഒരു സാധനം വെച്ച് ഇടയ്ക്ക് അത് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു പുള്ളിയുടെ കയ്യിൽ ആ എക്സ്റ്റൻഡർ പോലെ ഇരിക്കുന്നത് അല്ലേ? അതല്ലേ? അതാണോ അത്? അതോ വേറെന്തെങ്കിലും കൈയുടെ പരിക്കുമല്ലോ ആണോ? ചുമ്മാ ഒരു ടാഗ് എന്നാ തോന്നുന്നു. അല്ലല്ല കസോ അങ്ങനെ എന്തോ പറയണ അതിന് കസോ അങ്ങനെ എന്തോ ആണ്. അനിലാണോ ഇതത്? എടാ അനിരുദ്ധിനെ ഞാൻ ഷോർട്ട് ആയിട്ട് അനിന്ന് വിളിച്ചതാണ്, മനസ്സിലായോ? അത് നിങ്ങൾ അനിൽ എന്നാ കേട്ടെ. അനി തമിഴ്നാട്ടിലെ അനിൽ എന്ന് പറഞ്ഞ വലിയ ഇഷ്യൂ ആണത്. അനിൽ എന്ന് പറഞ്ഞ എന്താ തമിഴ്നാട്ടിലെ ഇഷ്യൂ? മറ്റേ വിജയ് ഫാൻസിനെ കളിയാക്കി പറയണ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെയാ? അപ്പൊ തമിഴ്നാട്ടിൽ അടിയായി. അപ്പൊ തമിഴ്നാട്ടിൽ ഇഷ്യൂ ആയേ. തമിഴ്നാട്ടിൽ ഇഷ്യൂ ആയ മര്യാദക്ക് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോ അടുത്ത പ്രശ്നമായി, തമിഴ്നാട്ടിലെ പ്രശ്നമായി. പിന്നെ